മധ്യ കേരളത്തിൽ അതായത് കോട്ടയത്തും ഇടുക്കിയിലും കേരള കോൺഗ്രസ് എമ്മിന് അടിപതറിയതോടെ CPI-എമ്മിനും ഇടതുമുന്നണിക്കും വലിയ തരത്തിലെ പണി കിട്ടി എന്ന് തന്നെ പറയാം. കാരണം ചോദിച്ച സീറ്റുകളെല്ലാം അതേപടി കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണി നൽകി. പ്രത്യേകിച്ചും CPI-എം പറഞ്ഞിരുന്നത് യാതൊരു കാരണവശാലും കേരള കോൺഗ്രസ് എമ്മിന് വിഷമമുണ്ടാക്കുന്ന ഒരു തീരുമാനവും എടുക്കരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് കോട്ടയത്തും ഇടുക്കിയിലുമുള്ള CPI-എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയത്. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് 10 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിച്ച് മത്സരിച്ചത്. അതിൽ 4 മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും വിജയിച്ചെങ്കിലും പക്ഷേ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കാര്യമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നീക്കം നടത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. മുത്തോലി പഞ്ചായത്തിൽ മാത്രം UDF-നൊപ്പം ഭരിക്കുവാൻ കഴിയും. ഇടുക്കിയിലും ഇതുതന്നെ കേരള കോൺഗ്രസിന് എമ്മിന് സംഭവിച്ചു. 180-ലധികം സീറ്റുകളാണ് അവർ ചോദിച്ചത്. അതായത് മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ ആ സീറ്റുകൾ അത്രയും കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തു. പക്ഷേ ജയിച്ചത് 40-ൽ താഴെ മാത്രം സീറ്റുകളിൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ UDF-ലെ ചില ആളുകൾ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ചില പത്രപ്രസ്താവനകളും ചില നീക്കങ്ങളുമൊക്കെ നടത്തിയെങ്കിലും അതിപ്പോൾ ശരിയായില്ല എന്ന് തന്നെ ഒരുപക്ഷെ UDF-ന് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം വലിയ തരത്തിൽ അവകാശവാദം ഉന്നയിച്ച എല്ലാവർക്കും ഇത്തവണ ഇടതുമുന്നണിയിൽ മത്സരിച്ചപ്പോഴേക്കും അടിപതറി. AV ഗോപിനാഥിന് പാലക്കാട് അടിപതറി, കണ്ടതാണ്. മത്സരിച്ചിടത്തെല്ലാം തോക്കേണ്ടി വന്നു. ഇവിടെ ജോസ് കെ മാണിക്ക് വല്ലാതെ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കോട്ടയത്തും ഇടുക്കിയിലും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഇനി ഏതെങ്കിലും കാരണവശാൽ UDF-ലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ UDF ഇപ്പോഴും ഒരു തുറന്ന മനസ്സോടുകൂടി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വരികയാണ്. ഏതെങ്കിലും കാരണവശാൽ കേരള കോൺഗ്രസ് എം ഇങ്ങോട്ട് വരാൻ തയ്യാറാണ് എന്ന് താല്പര്യം കാണിച്ച് വരികയാണെങ്കിൽ മാത്രം സ്വീകരിക്കാം എന്നൊരു നിലപാട് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലുണ്ട്. അവർ പുറത്ത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതവർ വലിയ ആവശ്യമായി നേതൃത്വത്തോട് ഉന്നയിക്കുന്നില്ല. കാരണം മധ്യ കേരളത്തിൽ വലിയ തരത്തിൽ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരിലും. അത് അവർ ഘടകകക്ഷികളുടെ പിന്തുണയുണ്ടെങ്കിൽ തന്നെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വലിയ തരത്തിലെ വിജയം കൈവരിച്ചത്. ആ വിജയത്തിന് അല്പമൊന്ന് ആക്കം കൂട്ടാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സഹായം കൂടി ലഭിച്ചു. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സഹായവും കോൺഗ്രസിൻ്റെ എല്ലാ മിഷണറികളും ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് മധ്യ കേരളത്തിൽ വലിയ തരത്തിൽ മുന്നേറ്റം കൈവരിച്ച കോൺഗ്രസ് ഇനി ഒരു പക്ഷേ UDF-ലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ വലിയ തരത്തിൽ സ്വാഗതം ചെയ്യാനുള്ള സാധ്യത കുറവാകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിൽ ഒരു തരത്തിലും ഒരു മാറ്റം വരുത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി 3 മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. ആ 3 മാസം കൊണ്ട് തന്നെ കുറച്ചുകൂടി ശക്തി ആർജിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലെ നേട്ടം UDF-ന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ തന്നെ നേതാക്കന്മാർ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, UDF-ലേക്കുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവിന് ചെറിയ തരത്തിൽ അല്ലെങ്കിൽ പോലും ഒരു തടസ്സം ഒരു പക്ഷേ ചില നേതാക്കന്മാർ ഉന്നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ കേരള കോൺഗ്രസ് എം പറയും ഇനി LDF മുന്നണി വിട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല, ഇടതു മുന്നണി വിട്ട് എങ്ങും പോകുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അവിടെ ഉണ്ടായ കനത്ത പരാജയത്തിൻ്റെ ആക്കം അത് വളരെ വലുത് തന്നെയാണ്, അത് ചെറുതല്ല. കാരണം കോട്ടയത്ത് ഇടുക്കിയിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണയോടുകൂടി വലിയ തരത്തിൽ നേട്ടങ്ങൾ കൊയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന CPI-എമ്മിന് അവിടെ അടിപതറിയിരിക്കുന്നു. ഇനി അവർ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റുകൾ പങ്കുവയ്ക്കുകയുള്ളൂ. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF-ൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായിരുന്നു. അവർ അങ്ങ് വടക്കൻ കേരളത്തിലേക്ക് പോയപ്പോൾ കൃത്യമായി PV അൻവർ എന്ന് പറയുന്ന നേതാവിനെ ഒപ്പം നിർത്തി നേരെയല്ല, അത് കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചതുപോലെ ഒന്ന് ക്ഷണിക്കാനൊന്നും പോയില്ല, PV അൻവറിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായി. ലീഗ് മുൻകൈയെടുത്തു. അങ്ങനെ അവിടെ നേട്ടമുണ്ടാക്കി. നിലമ്പൂരിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് PV അൻവറിന് ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ എളുപ്പമാക്കും, സുഗമമാക്കുമെന്ന് പറയാൻ കഴിയും. കാരണം UDF-ന് പുറത്തുനിന്ന് PV അൻവർ സഹകരിച്ചപ്പോഴേക്കും ഇത്രയധികം സീറ്റുകളും അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുമൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ പോലൊരു ശക്തിയെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ
വടക്കൻ കേരളത്തിലെ ശക്തി അല്ലെങ്കിൽ തേരോട്ടം UDFന് കുറച്ചുകൂടെ വേഗത്തിലാക്കാം, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ UDFിലേക്കുള്ള PV അൻവറിൻ്റെ സാധ്യത വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാധ്യതകൾ ഒരു പക്ഷേ ഇനി അടഞ്ഞ അധ്യായമായി മാറും. ഒരു കാരണവശാലും ഇനി നേതാക്കന്മാർ അങ്ങോട്ടൊരു ചർച്ചയ്ക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ചർച്ച നടത്താം, പക്ഷേ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റുകൾ നൽകാനൊന്നും സാധ്യത ഉണ്ടാവില്ല. എന്തായാലും കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചകൾക്ക് UDFിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള സാധ്യതകളും ഏകദേശം അടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്കാര്യത്തിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF എടുത്ത ചില നീക്കങ്ങൾ അത് കൃത്യമായിരുന്നു. അത് നേതൃനിര വളരെ വ്യക്തമായി നേരത്തെ തന്നെ മനസ്സിലാക്കി വളരെ കൃത്യമായി നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിജയം വരിക്കുവാൻ UDFന് കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി കൂടുതൽ പേരെ ഉൾപ്പെടുത്തി മുന്നണി വിപുലമാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്നൊരു ചിന്തയിലേക്ക് നേതാക്കന്മാർ പോകാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും LDFും ഇനി ഒരു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെയോ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് വലിയ തരത്തിൽ തോളത്തേറ്റാനുള്ള സാധ്യതയും വിരളം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം.